നമസ്കാരം. ടേക്കി ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 10th പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 200ഓളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഈ ക്ലാസ്സിന് PDF നോട്ട് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഏതു പത്രത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ഒക്ടോബർ 12 ആഘോഷിച്ചത്? അൽ അമീൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ 1924 അൽ അമീൻ പത്രം തുടങ്ങിയത്. അപ്പോൾ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു പത്രമാണ് അൽ അമീൻ. ഇത് 2024 ഒക്ടോബർ 12 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങി 1924 ഒക്ടോബർ 12 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ്. അടുത്ത ചോദ്യം: കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അടുത്ത ചോദ്യം: ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഏത് പത്രത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ഒക്ടോബർ 12 തികഞ്ഞത്? അൽ അമീൻ എന്ന പത്രത്തിൻ്റെ 100ാം വാർഷികമാണ്. 1924 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. 48ാമത് വയലാർ അവാർഡാണ് 2024 സമ്മാനിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് വിക്ടർ അംബ്രോസ്, ഗാരി റോക്കിൻ എന്നിവരാണ്. രണ്ടുപേരും USA സ്വദേശികളാണ്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയവർ: സിയാറ്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ ഗവേഷകനായ ഡേവിഡ് ബേക്കർ, ലണ്ടനിലെ ഗൂഗിൾ ഡീപ് മൈൻഡിൽ പ്രവർത്തിക്കുന്നവരായ ജോൺ ചമ്പർ, ഡെമിസ് അസാബിസ് എന്നിവരാണ്. കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവരാണ്. രണ്ടുപേരും US സ്വദേശികളാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്കു സമാനമായി നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ 3 പേരാണ്: ഡാരിൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ് പുരസ്കാരം. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ് ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൻ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സംഘടനയായ നിഹോൻ ഹിഡാക്യോയ്ക്കാണ് 2024 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം. ആണവായുധങ്ങൾ നിർത്തലാക്കാനുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ഒറിഗാമി ക്രെയിൻ മാറി. ഒറിഗാമി ക്രെയിൻ ആണ് ഇവരുടെ സംഘടനയുടെ പ്രതീകം. അപ്പോൾ നോബൽ പ്രൈസ് 2024 നോബൽ പ്രൈസുകളാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് വിക്ടർ അംബ്രോസ്, ഗൗരി റോക്കിൻ എന്നിവർക്കാണ്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഡേവിഡ് ബേക്കർ, ജോൺ ചെമ്പർ, ഡെമിസ് അസാബിസ് എന്നീ 3 പേർക്കാണ്. പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവരാണ്. നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് പുരസ്കാരം. 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ഡാരിൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ തുടങ്ങിയവരാണ്. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് ഹാൻ കാങ്. 2024 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൻ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജ്യോതിനാഥാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. റീഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്.
2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്ത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജ്യോതിനാഥാണ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിൽ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത്. രാഷ്ട്രീയ ഏകതാ ദിനം ഒക്ടോബർ 31-നാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ എംബസി കാലം. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റത് ലുവോങ് ക്വോങ് ആണ്. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി BSNL ആണ്. BSNLൻ്റെ പുതിയ ആപ്തവാക്യം കണക്ട് ഇൻ ഭാരത് ആണ്. കണക്ട് ഇൻ ഇന്ത്യ എന്നായിരുന്നില്ലേ ആപ്തവാക്യം, അത് കണക്ട് ഇൻ ഭാരത് എന്നാക്കി. അപ്പോൾ രാഷ്ട്രീയ ഏകതാ ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 31-നാണ്. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ്റെ ആത്മകഥ എൻ്റെ എംബസി കാലം എന്നാണ്. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ലുവോങ് ക്വോങ് ആണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റത്. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനിയാണ് BSNL. BSNLൻ്റെ പുതിയ ആപ്തവാക്യമാണ് കണക്ട് ഇൻ ഭാരത്. 2024 ഒക്ടോബറിൽ ദൃശ്യമായി 80,000 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രം ഏത്? ഷുപിൻഷാൻ അറ്റ്ലസ്. 2024 ഒക്ടോബറിൽ ദൃശ്യമായി 80,000 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രമാണ് ഷുപിൻഷാൻ അറ്റ്ലസ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29-ആണ്. 2024 ദേശീയ ആയുർവേദ ദിന പ്രമേയം ലോകാരോഗ്യത്തിന് ആയുർവേദത്തിൻ്റെ നൂതന രീതികൾ, ആയുർവേദ ഇന്നൊവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്നാണ്. 2024 ഒക്ടോബറിൽ ദൃശ്യമായി 80,000 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽനക്ഷത്രമാണ് ഷുചിൻഷാൻ അറ്റ്ലസ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29-നാണ്. 2024 ദേശീയ ആയുർവേദ ദിന പ്രമേയം ലോകാരോഗ്യത്തിന് ആയുർവേദത്തിൻ്റെ നൂതന രീതികൾ, ആയുർവേദ ഇന്നൊവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്നാണ്. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിനാണ് 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ട്രാമി. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ട്രാമി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻദ്യോർ പുരസ്കാര ജേതാവ് റോഡ്രിയാണ്. മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻദ്യോർ പുരസ്കാര ജേതാവ് ഐറ്റാന ബോൺമാറ്റിയാണ്. ബാഴ്സലോണ താരമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരസനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ. അപ്പോൾ അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ട്രാമി. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ട്രാമി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻദ്യോർ പുരസ്കാര ജേതാവ് റോഡ്രി. മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻദ്യോർ പുരസ്കാര ജേതാവ് ഐറ്റാന ബോൺമാറ്റിയാണ്. ബാഴ്സലോണ താരമാണ് ഐറ്റാന ബോൺമാറ്റി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. അടുത്തത്, ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘമാണ് ഋതം. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘമാണ് ഋതം. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ് മ്യൂസിയമായി മാറുന്നത്? ഷെയ്ഖ് ഹസീനയുടെ. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ് മ്യൂസിയമായി മാറുന്നത്? ഷെയ്ഖ് ഹസീനയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് കോണോഗ്രാഫ് വാച്ച് ഏതാണ്? ഓളം. വാച്ച് പ്രേമികളുടെ കൂട്ടായ്മയായ ടൈം ഗ്രാഫറാണ് മലയാളം ലിപിയിലുള്ള അക്കങ്ങളുള്ള ഓളം വാച്ച് പുറത്തിറക്കിയത്. ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഒമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീരിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സുരീന്ദർ കുമാർ ചൗധരി.
2024 ഒക്ടോബറിൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഇതിഹാസം റാഫേൽ നദാൽ. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കുഴൂർ വിൽസൺ. കൃതി ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ. കൃതി ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ എന്നീ കൃതിക്കാണ് പുരസ്കാരം. അപ്പം ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘമാണ് റിതം. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറുന്നത്? ഷെയ്ഖ് ഹസീനയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലാണ്. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് കോണോഗ്രാഫ് വാച്ച് ആണ് ഓളം. വാച്ച് പ്രേമികളുടെ കൂട്ടായ്മയായ ടൈം ഗ്രാഫറാണ് മലയാളം ലിപിയിലുള്ള അക്കങ്ങൾ ഉള്ള വാച്ച് പുറത്തിറക്കിയത്. ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീരിൻ്റെ ഉപമുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൗധരി. 2024 ഒക്ടോബറിൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഇതിഹാസമാണ് റാഫേൽ നദാൽ. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കുഴൂർ വിൽസനാണ്. കൃതി ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. അടുത്തത്, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. ജാർഖണ്ഡിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമിയാണ്. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ ഹർജിയിലാണ് സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായത്. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗം ഏത്? ക്ഷയം. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗമാണ് ക്ഷയം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് കണ്ണൂരിലെ അഴീക്കലിലാണ്. അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി തിരുവിതാംകൂർ മാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ. അപ്പോൾ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് MS ധോണി. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ ഹർജിയിലാണ് സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായത്. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗമാണ് ക്ഷയം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് അഴീക്കലിലാണ്. കണ്ണൂരിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ്. അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി തിരുവിതാംകൂർ മാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കൃതിയാണ് ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ എന്ന കൃതി. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന. ധന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഖത്തറാണ്. ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന. ധന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം. ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഖത്തറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ രഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ രഹത്കർ ആണ്. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. 2026 ICC വനിതാ T20 ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമിതനായത്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന. ധന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ധന എന്ന ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയത് രാജ്യം ഖത്തറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയായി നിയമിതനായത് വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. 2026 ICC വനിതാ T20 ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനാണ്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഇ-ശ്രം
രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇ-ശ്രം. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ് എന്നാണ്. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആശാലത ദേവി. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം കൂടിയാണ് ആശാലത ദേവി. വിക്ഷേപിച്ച റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സ് ആണ്. വിക്ഷേപിച്ച റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച ആദ്യകാല മലയാള സിനിമാ നടിയാണ് നെയ്യാറ്റിൻകര കോമളം. 2024 ഒക്ടോബറിൽ അന്തരിച്ച ആദ്യകാല മലയാള സിനിമാ നടിയാണ് നെയ്യാറ്റിൻകര കോമളം. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാർ ആപ്ലിക്കേഷൻ കേരള അതിഥി ആപ്പാണ്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻ കേരള അതിഥി ആപ്പ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇ-ശ്രം. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ് എന്നാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായി നിയമിതയായത് ആശാലത ദേവിയാണ്. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം കൂടിയാണ് ആശാലത ദേവി. വിക്ഷേപിച്ച റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. വിക്ഷേപിച്ച റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച ആദ്യകാല മലയാള സിനിമാ നടിയാണ് നെയ്യാറ്റിൻകര കോമളം. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാർ ആപ്ലിക്കേഷനാണ് കേരള അതിഥി ആപ്പ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. സൗരയൂഥത്തിന് പുറത്ത് 6 പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തിയ ടെസ് ഏത് സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ്? നാസയുടെ. സൗരയൂഥത്തിന് പുറത്ത് 6 പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തിയ ടെസ് ഏത് സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ്? നാസയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം ആയി പ്രഖ്യാപിച്ചത് കുറ്റിച്ചൽ. തിരുവനന്തപുരത്തെ കുറ്റിച്ചൽ എന്ന ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്തെ കുറ്റിച്ചൽ എന്ന ഗ്രാമം. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ബായ്ലോഗ്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ബായ്ലോഗ്. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ലയാണ് എറണാകുളം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന് പേരിട്ട അണ്ണാനാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ആലപ്പുഴയാണ്. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീമാണ്. കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ് പോർട്ടൽ. ഐലിംസ് ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് മുഴുവൻ പേര്. കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ് പോർട്ടൽ. ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് മുഴുവൻ പേര്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രകൃതിയോടൊപ്പം. സൗരയൂഥത്തിന് പുറത്ത് 6 പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തിയ ടെസ് ഏത് സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ്? നാസയുടെ സാറ്റലൈറ്റ് ആണ് ടെസ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് കുറ്റിച്ചലാണ്. തിരുവനന്തപുരത്തെ കുറ്റിച്ചൽ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ബായ്ലോഗ്. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല എറണാകുളമാണ്. കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല എറണാകുളമാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കിടു എന്ന് പേരിട്ട അണ്ണാനാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ആലപ്പുഴയാണ്. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീമാണ്.
കേരള സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ് പോർട്ടൽ. ഐലിംസിൻ്റെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രകൃതിയോടൊപ്പം. അടുത്തത്, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് ജ്ഞാനസ്നാനം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് ജ്ഞാനസ്നാനം. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് സഞ്ജീവ് കുമാർ സിംഗ്ലയാണ്. സഞ്ജീവ് കുമാർ സിംഗ്ല. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് സഞ്ജീവ് കുമാർ സിംഗ്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി. ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി. ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലയാണ് മംഗലം കളി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സരീനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി മാവിലൻ എന്ന ദളിത് വിഭാഗത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. 2024 ഒക്ടോബറിൽ തായ്വാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ക്രാത്തോൺ. ഫിലിപ്പൈൻസിൽ ക്രാത്തോൺ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ജൂലിയൻ എന്നാണ്. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് ജ്ഞാനസ്നാനം. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജീവ് കുമാർ സിംഗ്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി. ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏതു വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ വിഭാഗത്തിൻ്റെ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2024 ഒക്ടോബറിൽ തായ്വാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ക്രാത്തോൺ ആണ്. ഫിലിപ്പൈൻസിൽ ക്രാത്തോൺ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ജൂലിയൻ എന്നാണ്. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായി UPI നടപ്പിലാക്കുന്ന രാജ്യം ഏത്? മാലദ്വീപ്. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായി UPI നടപ്പിലാക്കുന്ന രാജ്യമാണ് മാലദ്വീപ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെയാണ്. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ മുഴുവൻ പേര്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിത നീതു ഡേവിഡാണ്. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരി മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൽജിയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിതയാണ് നീതു ഡേവിഡ്. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരി മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൽജിയാണ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷിഗേറു ഇഷിബയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ഇന്റേൺഷിപ്പ് പദ്ധതി. അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. PM ഇന്റേൺഷിപ്പ് പദ്ധതി എന്നാണ്. PM ഇന്റേൺഷിപ്പ് പദ്ധതിയാണ്, സ്റ്റേ ഇല്ല. അപ്പോൾ PM ഇന്റേൺഷിപ്പ് പദ്ധതിയാണ് നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. ഇന്ത്യയിൽ ഓട്ടിസം അവബോധത്തിനായി പുസ്തകം പുറത്തിറങ്ങിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഓട്ടിസം അവബോധത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ഹാൻലി. ലഡാക്കിലെ ഹാൻലിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്.
2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാത്താണ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാത്താണ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. അപ്പം 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യമാണ് മാലിദ്വീപ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെയാണ്. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ മുഴുവൻ പേര്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിതയാണ് നീതു ഡേവിഡ്. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരി മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൽജിയാണ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷിഗേറു ഇഷിബയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ഇന്റേൺഷിപ്പ് പദ്ധതി. ഇന്ത്യയിൽ ഓട്ടിസം അവബോധത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാത്താണ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. അടുത്തത് 2024 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് സ്ട്രാസ്ബർഗ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം സ്ട്രാസ്ബർഗാണ്. ഇത് ഫ്രാൻസിലാണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം റിയോ ഡി ജനീറോ. ബ്രസീലിലെ സ്ഥലമാണ് റിയോ ഡി ജനീറോ. 2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന നിഹോൻ ഹിഡാൻക്യോ. ജപ്പാൻ സംഘടനയായ നിഹോൻ ഹിഡാൻക്യോ ആണ്. ഹിബാകുഷ എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ പേര് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. മഹാരാഷ്ട്രയിലെ പൂനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ പേര്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ് ട്രക്കോമ. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് രോഗത്തിന് കാരണം. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ് ട്രാക്കോമ. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് രോഗത്തിന് കാരണം. ഓസ്ട്രേലിയയിലെ ലവി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ സൂചിക പ്രകാരം ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 3-ാം സ്ഥാനം. 1-ാം സ്ഥാനത്ത് US, 2-ാം സ്ഥാനത്ത് ചൈന. ഓസ്ട്രേലിയയിലെ ലവി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ സൂചിക പ്രകാരം ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് US, 2-ാം സ്ഥാനത്ത് ചൈന, 3-ാം സ്ഥാനത്ത് ഇന്ത്യ. അപ്പോൾ 2024 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. 2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന നിഹോൻ ഹിഡാൻക്യോ ആണ്. ജപ്പാൻ സംഘടനയാണിത്. ഹിബാകുഷ എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ പേരാണ് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പൂനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ പേര്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ് ട്രക്കോമ. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ഓസ്ട്രേലിയയിലെ ലവി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ സൂചിക പ്രകാരം ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് US, 2-ാം സ്ഥാനത്ത് ചൈന, 3-ാം സ്ഥാനത്ത് ഇന്ത്യ. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യദിനം എന്നാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ഭക്ഷ്യദിന പ്രമേയം മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നാണ്. മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫുഡ്സ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനലിന് നൽകിയ പേര് എന്താണ്? അനന്ത. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനലിന് നൽകിയ പേരാണ് അനന്ത. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ വ്യവസായി പ്രമുഖൻ ആരായിരുന്നു? രത്തൻ ടാറ്റ. ട്രസ്റ്റ് ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നോയൽ ടാറ്റയാണ്. ട്രസ്റ്റ് ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നോയൽ ടാറ്റയാണ്.
സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡറായി നിയമിച്ചത് ലക്ഷ്മിക മന്ദാന. സിനിമാ താരം ലക്ഷ്മിക മന്ദാനയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡറായി നിയമിച്ചത്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് നയാബ് സിംഗ് സൈനിയാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് നയാബ് സിംഗ് സൈനി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 2024 ആഗോള പട്ടണ സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 105ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 2024 ആഗോള പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മറ്റത്തൂർ, തൃശ്ശൂരിലെ മറ്റത്തൂർ എന്ന സ്ഥലത്താണ്. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരാണ്. ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 16-നാണ്. 2024 ഭക്ഷ്യദിന പ്രമേയം റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം എന്നാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനലിന് നൽകിയ പേര് അനന്ത എന്നാണ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയാണ്. ട്രസ്റ്റ് ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നോയൽ ടാറ്റയാണ്. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡറായി നിയമിച്ചത് സിനിമാ താരമായ രശ്മിക മന്ദാനയെയാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105ആണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മറ്റത്തൂർ, തൃശ്ശൂർ ജില്ലയിലാണിത്. സഹകരണ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മറ്റത്തൂർ, തൃശ്ശൂർ ജില്ല. അടുത്തത്, സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗൃഹശ്രീ പദ്ധതി. സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗൃഹശ്രീ പദ്ധതി. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന. ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് മറ്റു സംസ്ഥാനങ്ങൾ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതി തിരുവോത്ത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതി തിരുവോത്തിനാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗ മേധാവിയായി നിയമിതനായത് പി വിജയനാണ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗ മേധാവിയായി നിയമിതനായത് പി വിജയൻ. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡാണ്. 2ാം സ്ഥാനത്ത് ജപ്പാൻ, 3ാം സ്ഥാനത്ത് US. ഇന്ത്യ 33ാം സ്ഥാനത്താണുള്ളത്. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡാണ്. 2ാം സ്ഥാനത്ത് ജപ്പാൻ, 3ാം സ്ഥാനത്ത് US ആണ്. ഇന്ത്യക്ക് 33ാം സ്ഥാനമാണ്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തി ഇന്ത്യയിലെത്തിയതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? MSC ക്ലോഡ് ഗിരാർഡറ്റ് എന്ന കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. അപ്പോൾ സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗൃഹശ്രീ പദ്ധതി. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന. ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതി തിരുവോത്തിനാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗ മേധാവിയായി നിയമിതനായത് പി വിജയനാണ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗ മേധാവിയായി നിയമിതനായത് പി വിജയൻ. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡാണ്. 2ാം സ്ഥാനത്ത് ജപ്പാനും 3ാം സ്ഥാനത്ത് USുമാണ്. ഇന്ത്യക്ക് 33ാം സ്ഥാനമാണുള്ളത്. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ മികച്ച രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, US. ഇന്ത്യക്ക് 33ാം സ്ഥാനമാണുള്ളത്. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ത്യയിലെത്തിയതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. ക്ലോഡ് ഗിരാർഡറ്റ് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലിൻ്റെ പേര്. MSC ക്ലോഡ് ഗിരാർഡറ്റ്. അടുത്തിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്പ് ഏതാണ്? രംഗീൻ മച്ച്ലി എന്നാണ് ആപ്പിൻ്റെ പേര്. അടുത്തിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്പാണ് രംഗീൻ മച്ച്ലി.
ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാകുന്നത് ബെക്താഷി. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നായിരിക്കും രാജ്യത്തിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് ബെക്താഷിയാണ്. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നായിരിക്കും രാജ്യത്തിൻ്റെ പേര്. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. ലോക ബഹിരാകാശ വാരം എന്നാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ലോക ബഹിരാകാശ വാരത്തിൻ്റെ 2024 പ്രമേയമാണ് ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും, സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നത്. ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും എന്നാണ് 2024 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് ആരാണ്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുഴഞ്ഞത് കാരിച്ചാൽ ചുണ്ടനാണ്. തുടർച്ചയായി 5ാം തവണയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കിരീടം നേടുന്നത്. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11ആയി. അപ്പോൾ 11 ശ്രേഷ്ഠ ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകൾക്കാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അടുത്തിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്പാണ് രംഗീൻ മച്ച്ലി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാകുന്നത് ബെക്താഷിയാണ്. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നായിരിക്കും രാജ്യത്തിൻ്റെ പേര്. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ലോക ബഹിരാകാശ വാരത്തിൻ്റെ 2024 പ്രമേയം ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും എന്നാണ്, സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. തുഴഞ്ഞത് കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായി 5ാം തവണയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കിരീടം നേടുന്നത്. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നിവ. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നിവ. ഇതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11ആയി. അടുത്ത ചോദ്യം. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രസിദ്ധ സിനിമാ നടൻ ആര്? TP മാധവൻ. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സംവിധാനം ഏത്? സർവത്ര. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 2024 കേന്ദ്ര ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകളാണ് കുമരകം. കോട്ടയം ജില്ലയിലെ കുമരകവും കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയുമാണ് 2024 കേന്ദ്ര ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സാങ്യാങ് ഗ്വാറസോ എന്ന പേരിലാണ് കൊടുമുടി അറിയപ്പെടുക. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സാങ്യാങ് ഗ്യാറസോ എന്ന പേരാണ് കൊടുമുടി അറിയപ്പെടുക. അടുത്തത് 2024 ഒക്ടോബറിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് മിൽട്ടൺ. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനികാഭ്യാസമായ അൽ നജാഹ് 2024 വേദി സലാല. ഒമാനിലെ സലാലയിലാണ് അൽ നജാഹ് 2024 വേദി. നമുക്കൊന്നുകൂടി നോക്കാം. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രസിദ്ധ സിനിമാ നടനാണ് TP മാധവൻ. ലോക തപാൽ ദിനം ഒക്ടോബർ 9-നും ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10-നുമാണ്. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്തെ എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സംവിധാനമാണ് സർവത്ര. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2024 കേന്ദ്ര ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകളാണ് കുമരകം, കടലുണ്ടി എന്നിവ. കുമരകം കോട്ടയം ജില്ലയിലും കടലുണ്ടി കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സാങ്യാങ് ഗ്യാറസോ എന്ന പേരിലാണ് കൊടുമുടി അറിയപ്പെടുക. 2024 ഒക്ടോബറിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് മിൽട്ടൺ. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനികാഭ്യാസമായ അൽ നജാഹ് 2024 വേദി ഒമാനിലെ സലാലയിലാണ്. അടുത്ത ചോദ്യം. 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിൽ. അടുത്തിടെ മാർബർഗ് രോഗബാധ സ്ഥിരീകരിച്ച രാജ്യമാണ് റുവാണ്ട. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് റുവാണ്ട. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അനുരാഗ് ഗാർഗാണ്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് CV ബാലകൃഷ്ണൻ.
പ്രണയകാലം എന്ന കവിതാസമാഹാരത്തിൻ്റെ രചയിതാവാണ് CV ബാലകൃഷ്ണൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവാണ് MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ് സർവീസ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ് സർവീസ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. 2025 ഓസ്കർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രമാണ് സന്തോഷ്. സംവിധാനം സന്ധ്യ സൂരി. 2025 ഓസ്കർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രമാണ് സന്തോഷ്. സന്ധ്യ സൂരിയാണ് സംവിധാനം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അടുത്തിടെ മാർബർഗ് രോഗബാധ സ്ഥിരീകരിച്ച രാജ്യം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയാണ്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അനുരാഗ് ഗാർഗാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് CV ബാലകൃഷ്ണനാണ്. പ്രണയകാലം എന്ന കഥാസമാഹാരം CV ബാലകൃഷ്ണൻ്റേതാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവാണ് MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ് സർവീസ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. 2025 ഓസ്കർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രമാണ് സന്തോഷ്. സംവിധാനം സന്ധ്യ സൂരിയാണ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് ആലോക് രഞ്ജനാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് ആലോക് രഞ്ജൻ. പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, മേഘവിസ്ഫോടനം തുടങ്ങിയവ തടയുന്നതിനായി കാലാവസ്ഥാ പ്രവചനം കൂടുതൽ ഉപയോഗപ്രദവും കൃത്യവുമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ മൗസം. പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, മേഘവിസ്ഫോടനം തുടങ്ങിയവ തടയുന്നതിനായി കാലാവസ്ഥാ പ്രവചനം കൂടുതൽ ഉപയോഗപ്രദവും കൃത്യവുമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ മൗസം. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവ് അരുന്ധതി റോയാണ്. അരുന്ധതി റോയിയുടെ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണൻ. കൃത്രിമ പേശിയോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം സ്വിറ്റ്സർലൻഡ്. കൃത്രിമ പേശിയോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മത്സരിച്ച ടേബിൾ ടെന്നീസ് താരമാണ് അർച്ചന കാമത്ത്. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മത്സരിച്ച ടേബിൾ ടെന്നീസ് താരമാണ് അർച്ചന കാമത്ത്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹയാണ്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. ഗായിക KS ചിത്രയാണ് സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത്. ഒന്നുകൂടി നോക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് ആലോക് രഞ്ജനാണ്. പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, മേഘവിസ്ഫോടനം തുടങ്ങിയവ തടയുന്നതിനായി കാലാവസ്ഥാ പ്രവചനം കൂടുതൽ ഉപയോഗപ്രദവും കൃത്യവുമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ മൗസം. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവാണ് അരുന്ധതി റോയ്. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണനാണ്. കൃത്രിമ പേശിയോടുകൂടി ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മത്സരിച്ച ടേബിൾ ടെന്നീസ് താരം ആരാണ്? അർച്ചന കാമത്ത്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. അടുത്തത്, സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് കേരള പോലീസിനാണ്. അടുത്ത ചോദ്യം, പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T പത്മനാഭനാണ്.
പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് ടി പത്മനാഭൻ. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ക്ലേഡ് 1B വകഭേദം സ്ഥിരീകരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ക്ലേഡ് 1B വകഭേദം സ്ഥിരീകരിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ വനിതാ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ. പ്രധാനമന്ത്രിയായ മറ്റു വനിതകളാണ് സിരിമാവോ ബന്ദാരനായക്കെ, ചന്ദ്രിക കുമാരതുംഗെ എന്നിവർ. 2025 ഓസ്കറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലാപത്ത ലേഡീസ്. കിരൺ റാവു ആണ് സംവിധാനം. കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലാണ് കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക്. സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് കേരള പോലീസിനാണ്. കേരള പോലീസിനാണ് മികച്ച രീതിയിൽ സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത്. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് ടി പത്മനാഭനാണ്. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് വകഭേദമായി ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ലയാണ് മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ക്ലേഡ് 1B വകഭേദം സ്ഥിരീകരിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യ. 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത്ത ലേഡീസ്. കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. സംവിധാനം ചന്ദ്രു വെള്ളരിക്കുണ്ട്. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. ചന്ദ്രു വെള്ളരിക്കുണ്ടാണ് സംവിധാനം. 2024 നടന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇതിൻ്റെ വേദി ഹംഗറിയിലുള്ള ബുഡാപെസ്റ്റിലായിരുന്നു. 2024 നടന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യ. ഹംഗറിയിലെ ബുഡാപെസ്റ്റായിരുന്നു ഇതിൻ്റെ വേദി. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയുടെ വേദി വിൽമിംഗ്ടൺ, USA വിൽമിംഗ്ടണിലായിരുന്നു ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടി. ക്വാഡ് അംഗരാജ്യങ്ങൾ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA എന്ന രാജ്യങ്ങളാണ് ക്വാഡിലുള്ള അംഗങ്ങൾ. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയുടെ വേദി വിൽമിംഗ്ടൺ ആയിരുന്നു. USA വിൽമിംഗ്ടൺ. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA എന്നാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ. യൂറോപ്പിൻ്റെ മധ്യ കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. യൂറോപ്പിൻ്റെ മധ്യ കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. മനുഷ്യരെ ഉപദ്രവിക്കുന്ന നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം തടയുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബേദിയ. മനുഷ്യരെ ഉപദ്രവിക്കുന്ന നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം തടയുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബേദിയ. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി ലോർഡ്സ് സ്റ്റേഡിയമാണ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ലോർഡ്സ് സ്റ്റേഡിയം. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശരത് കമൽ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശരത് കമലാണ്. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. ഇതിൻ്റെ സംവിധാനം ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. 2024 നടന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യമാണ് ഇന്ത്യ. ഹംഗറിയിലുള്ള ബുഡാപെസ്റ്റിലായിരുന്നു ഇതിൻ്റെ വേദി. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയുടെ വേദി വിൽമിംഗ്ടൺ, USA വിൽമിംഗ്ടൺ ആയിരുന്നു ഉച്ചകോടിയുടെ വേദി. ക്വാഡ് അംഗരാജ്യങ്ങളാണ് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA എന്നിവർ. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA. യൂറോപ്പിൻ്റെ മധ്യകിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. യൂറോപ്പിൻ്റെ മധ്യകിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. മനുഷ്യരെ ഉപദ്രവിക്കുന്ന നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം തടയുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബേദിയ. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ലോർഡ്സ് സ്റ്റേഡിയമാണ്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശരത് കമൽ. ഇനി അടുത്തത് നോക്കാം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെ? കായംകുളത്ത്. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്.
ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുന്ന ആദ്യ നഗരമാണ് ഹേഗ്, നെതർലൻഡ്സ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുന്ന ആദ്യ നഗരം ഹേഗ്, നെതർലൻഡ്സിലുള്ള ഹേഗ്. 2026 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2026 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദിയാവാൻ പോകുന്നത് ഇന്ത്യയാണ്. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജിൻസൺ ആന്റോ ചാൾസ്. കോട്ടയം സ്വദേശിയാണ് ജിൻസൺ ആന്റോ ചാൾസ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡാണ്. കലാമേളയ്ക്ക് നൽകിയ പേരാണ് അഭിന്നം. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദി കാസർഗോഡായിരുന്നു. കലാമേളയ്ക്ക് നൽകിയ പേരാണ് അഭിന്നം. ഇലക്ട്രിക് വാഹനം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ്. ഇന്ത്യയും US തമ്മിലുള്ള യുദ്ധാഭ്യാസ സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയാകുന്നത് മഹാജൻ, രാജസ്ഥാനിലുള്ള മഹാജൻ എന്ന സ്ഥലത്താണ്. ഇന്ത്യയും US തമ്മിലുള്ള യുദ്ധാഭ്യാസ സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയാകുന്നത്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുന്ന ആദ്യ നഗരം നെതർലാൻഡ്സിലെ ഹേഗ് ആണ്. 2026 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദിയാവാൻ പോകുന്നത് ഇന്ത്യയാണ്. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജിൻസൺ ആന്റോ ചാൾസ്. കോട്ടയം സ്വദേശിയാണ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡാണ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം എന്നാണ്. ഇലക്ട്രിക് വാഹനം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ്. ഇന്ത്യയും US തമ്മിലുള്ള യുദ്ധാഭ്യാസ സംയുക്ത സൈനികാഭ്യാസം 2024 വേദിയാകുന്നത് രാജസ്ഥാനിലെ മഹാജനിലാണ്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ അരവിന്ദ് കുമാർ H. നായരാണ്. മലയാളിയായ അരവിന്ദ് കുമാർ H. നായരാണ് ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ളത്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകരമാവുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റ ഞാവൽമരം. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റ ഞാവൽമരം. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്താൻ പോകുന്നത് യോഗയാണ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയത് യോഗയാണ്. ഇതിൻ്റെ വേദി ജപ്പാനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് നൈജീരിയയും 3ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയുമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് നൈജീരിയയും 3ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയുമാണ്. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകിനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകിനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ശ്രീലങ്കയായിരുന്നു. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ശ്രീലങ്ക. നമുക്കൊന്നുകൂടി നോക്കാം. ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് മലയാളിയായ അരവിന്ദ് കുമാർ H. നായരാണ്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി സഹായകരമാവുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റ ഞാവൽമരം. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയത് യോഗയാണ്. ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് നൈജീരിയയും 3ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയുമാണ്. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് എന്നതിന് കഴുകനെ സംരക്ഷിക്കാനായിട്ട് രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.
കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ശ്രീലങ്കയാണ്. 2024 ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിക്കപ്പെട്ടത്? 2024 ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിക്കപ്പെട്ടത്? 50-ാം വാർഷികം. 1974 ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയത്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്ററാണ് സഹജ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്ററാണ് സഹജ. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യം. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യം. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം തമിഴ്നാടും 3ാമത് കേരളം. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം കേരളത്തിനുമാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദനമുള്ള രാജ്യം ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറാവുന്ന ആദ്യ പാകിസ്ഥാനി വനിതയാണ് സലീമ ഇംതിയാസ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറാവുന്ന ആദ്യ പാകിസ്ഥാനി വനിതയാണ് സലീമ ഇംതിയാസ്. സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിനാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. 2024 ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയതിൻ്റെ 50-ാം വാർഷികമാണ് ആചരിച്ചത്. 1974 ഇംഗ്ലണ്ടിനെതിരായാണ് ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയത്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്ററാണ് സഹജ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്ററാണ് സഹജ. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യം. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം കേരളത്തിനുമാണ്. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യം ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറാവുന്ന ആദ്യ പാകിസ്ഥാനി വനിതയാണ് സലീമ ഇംതിയാസ്. സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിനാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. 54-ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹിയാണ്. 54-ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹി. 800 കോടി രൂപ ചിലവിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാതൃക സൗരഗ്രാമങ്ങൾ വരുന്ന കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് PM സൂര്യഭവനം. 800 കോടി രൂപ ചിലവിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാതൃക സൗരഗ്രാമങ്ങൾ വരുന്ന കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് PM സൂര്യഭവനം. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയിനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ്. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയിനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ടാണ് ബറാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ടാണ് ബറാക്കുഡ. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ഇറാൻ വിക്ഷേപിച്ച ഗവേഷണ ആവശ്യങ്ങൾക്കായുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ചമ്രാൻ-1. ഇറാൻ വിക്ഷേപിച്ച ഗവേഷണ ആവശ്യങ്ങൾക്കായുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ചമ്രാൻ-1. അടുത്തത് വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് സഹയാത്രാ പദ്ധതി. വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് സഹയാത്രാ പദ്ധതി. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്നത്. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരിയാണ് സമാന്ത ഹാർവേ. സമാന്ത ഹാർവേക്കാണ് 2024 ബുക്കർ പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി ഓർബിറ്റൽ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിലെ പ്രതിപാദ്യ വിഷയം. 2023 ബുക്കർ പുരസ്കാര ജേതാവ് പോൾ ഇഞ്ചായിരുന്നു. പ്രൊഫറ്റ് സോങ് എന്ന രചനയ്ക്കായിരുന്നു പുരസ്കാരം. നമുക്കൊന്നും കൂടി നോക്കാം. 54-ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹിയാണ്. 800 കോടി രൂപ ചെലവിൽ
800 കോടി രൂപ ചെലവിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാതൃക സൗരഗ്രാമങ്ങൾ വരുന്ന കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് PM സൂര്യഭവനം. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ടാണ് ബറാക്കുഡ. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ഇറാൻ വിക്ഷേപിച്ച ഗവേഷണ ആവശ്യങ്ങൾക്കായുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ചമ്രാൻ-1. വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് സഹയാത്രാ പദ്ധതി. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്നത്. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരിയാണ് സമാന്ത ഹാർവേ. പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഓർബിറ്റൽ. 2023 ബുക്കർ പുരസ്കാര ജേതാവ് പോൾ ലിഞ്ചായിരുന്നു. കൃതി പ്രൊഫറ്റ് സോങ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. 2024 UN കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി ബാക്കു. അസർബൈജാനിലെ ബാക്കുലായിരുന്നു 2024 UN കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി ബാക്കു, അസർബൈജാൻ. ഭൂ ഉടമസ്ഥത സംബന്ധിച്ച് സമ്പൂർണ്ണ വിവരങ്ങൾ ഡിജിറ്റലാക്കി ഇന്ത്യയിലെ ആദ്യ വില്ലേജാണ് ഉജ്ജാർ ഉളുവാർ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലാണ് ഈ വില്ലേജ്. ഭൂ ഉടമസ്ഥത സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ ഡിജിറ്റലാക്കി ഇന്ത്യയിലെ ആദ്യ വില്ലേജാണ് ഉജ്ജാർ ഉളുവാർ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലാണ് ഈ വില്ലേജ്. ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? നൈജീരിയ. നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന പുരസ്കാരമാണ് മോദിക്ക് ലഭിച്ചത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ് നരേന്ദ്രമോദിക്ക് ബഹുമതി സമ്മാനിച്ചത്. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം നൈജീരിയ ഈ ബഹുമതി നൽകുന്ന രണ്ടാമത്തെ വിദേശിയാണ് മോദി. ഇതോടെ 17 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ മോദിക്ക് ലഭിച്ചു. അപ്പോൾ നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ പുരസ്കാരമാണ് മോദിക്ക് ലഭിച്ചത്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നൽകുന്ന കാർഡ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നൽകുന്ന കാർഡാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ വരുമാനം പരിഗണിക്കാതെ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. അടുത്ത ചോദ്യം. ഹോക്കി ഇന്ത്യ ലീഗിൽ ഡൽഹി ടീം ഡയറക്ടറായി നിയമിതനായത് PR ശ്രീജേഷ് ആണ്. ഹോക്കി ഇന്ത്യ ലീഗിൽ ഡൽഹി ടീം ഡയറക്ടറായി നിയമിതനായത് PR ശ്രീജേഷ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. 2024 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബാഗു. അസർബൈജാനിലെ ബാഗു ആണ് 2024 UN കാലാവസ്ഥ ഉച്ചകോടി, അതായത് COP29 വേദി ബാഗു, അസർബൈജാൻ. ഭൂ ഉടമസ്ഥത സംബന്ധിച്ച് സമ്പൂർണ്ണ വിവരങ്ങൾ ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ വില്ലേജാണ് ഉജ്ജാർ ഉളുവാർ. കാസർഗോഡിൽ മഞ്ചേശ്വരം താലൂക്കിലാണ് ഈ വില്ലേജ്. ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? നൈജീരിയയുടെ പരമോന്നത ബഹുമതിയാണ്. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം നൈജീരിയ ഈ ബഹുമതി നൽകുന്ന രണ്ടാമത്തെ വിദേശിയാണ് മോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ് നരേന്ദ്രമോദിക്ക് ബഹുമതി സമ്മാനിച്ചത്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നൽകുന്ന കാർഡാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ വരുമാനം പരിഗണിക്കാതെ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. ഹോക്കി ഇന്ത്യ ലീഗിൽ ഡൽഹി ടീം ഡയറക്ടറായി നിയമിതനായത് PR ശ്രീജേഷ്. അടുത്ത ചോദ്യങ്ങൾ. അടുത്തിടെ 7 ഭൂഖണ്ഡങ്ങളിലെ 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ. ഏഷ്യയിലെ എവറസ്റ്റ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, വടക്കൻ അമേരിക്കയിലെ ഡെനാലി, തെക്കേ അമേരിക്കയിലെ അക്വൻകാഗ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രൂസ്, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ, ഓസ്ട്രേലിയയിലെ മൗണ്ട് കോസിയാസ്കോ എന്നിവയാണ് ഷെയ്ഖ് ഹസൻ കീഴടക്കിയത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയായി ഷെയ്ഖ് ഹസൻ. അടുത്തിടെ 7 ഭൂഖണ്ഡങ്ങളിലെ 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ. ഏഷ്യയിലെ എവറസ്റ്റ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, വടക്കൻ അമേരിക്കയിലെ ഡെനാലി, തെക്കേ അമേരിക്കയിലെ അക്വൻകാഗ്വ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രൂസ്, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ, ഓസ്ട്രേലിയയിലെ മൗണ്ട് കോസിയാസ്കോ എന്നിവയാണ് ഷെയ്ഖ് ഹസൻ കീഴടക്കിയത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായി ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യമാണ് അർമേനിയ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായി ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യമാണ് അർമേനിയ.
ഇന്ത്യയുടെ പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തിയാണ്. ഗിരീഷ് ചന്ദ്ര മുർമുവിൻ്റെ പിൻഗാമിയായിട്ടാണ് നിയമനം. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തി. ഗിരീഷ് ചന്ദ്ര മുർമുവിൻ്റെ പിൻഗാമിയായിട്ടാണ് നിയമനം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി. അപ്പം 200 ക്വസ്റ്റ്യൻസും അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രിലിംസിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഈ ക്ലാസ്സിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്